ഇന്നത്തെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രേണുസുധിയെക്കുറിച്ചാണ്. അതെ, നെഗറ്റീവ് ഇമേജ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന കാര്യത്തിൽ PhD എടുത്തയാളാണ് നമ്മുടെ രേണു. പക്ഷേ സുധിച്ചേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ ഇതൊന്നും നമുക്കില്ലായിരുന്നു കേട്ടോ. പക്ഷേ സുധിച്ചേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ വളരെ കാലം ഇവർക്ക് പല പല പ്രശ്നങ്ങളുണ്ടായി. സോഷ്യൽ മീഡിയയിലൊക്കെ അത് ചർച്ചയായി ചെയ്തപ്പെട്ടു. എന്തുകൊണ്ടാണ് രേണു ഇറങ്ങിത്തിരിക്കാൻ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മുടെ വീടും കുടുംബവും പുലർത്താം, അല്ലെങ്കിൽ കടം മേടിച്ച് തിരിച്ചു കൊടുക്കാമെന്നുള്ള തീരുമാനങ്ങളൊന്നും അന്നെടുക്കാൻ നമ്മുടെ രേണു തയ്യാറ്. അന്ന് രേണുവിന് വയ്യാഴികളായിരുന്നു, മരുന്നായിരുന്നു, ഡിപ്രഷനായിരുന്നു, ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സുധിച്ചേട്ടൻ പോയതിന് ശേഷം വളരെയധികം പുതിയ പുതിയ കണ്ടന്റുകളായി. സുധിച്ചേട്ടൻ ഒരു കണ്ടന്റാണ്, വീടൊരു കണ്ടന്റാണ്, മക്കളൊരു കണ്ടന്റാണ്, മുടി ഒരു കണ്ടന്റാണ്, എന്താ തിരിയുന്നതും മറിയുന്നതും ഒക്കെ കണ്ടന്റാണ്. അതെ, അതായത് സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് നിലനിന്ന് പോകുവാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിന് വേണ്ടിയിട്ട് ആരെയും ഉപയോഗിക്കും, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരെയും ഉപയോഗിക്കും, സ്വന്തം മക്കളെ ഉപയോഗിക്കും, സ്വന്തം വീടിനെ ഉപയോഗിക്കും, ഒക്കെ. ആരോടും ആൾക്കാർ എന്താ പറയുക, കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒന്ന് രേണുസുധിയുടെ അടുത്തു നിന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. അതായത് എന്ത് നല്ല ചെയ്തു കൊടുത്ത ആൾക്കാർക്കും എന്താണ് വന്നിരിക്കുന്നത്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ രേണുവിൻ്റെ അടുത്ത് വന്നിട്ടുള്ളൂ. പലരുടെയും ജീവിതമാർഗത്തെ അത് ബാധിച്ചിട്ടുണ്ടായിരിക്കും, ചിലരുടെ സ്ഥാനത്തെ അത്. എന്തിനാ ഒരു അച്ഛനെ പോലും വിഷപ്പാമ്പ് എന്നൊക്കെ വിളിക്കുന്നത്? എനിക്കറിയില്ല. ഒന്നുമില്ല, ഒരു ക്രിസ്ത്യാനി തന്നെയല്ലേ നമ്മുടെ രേണുസുധി. അപ്പോൾ അങ്ങനെയൊന്നുള്ള കാര്യങ്ങൾ വേണ്ടിയിരുന്നില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ രേണു പറ്റുമെങ്കിൽ ആർക്കും സഹായം ചെയ്യേണ്ട, ആർക്കും നന്ദി പറയേണ്ട, ഒന്നും ചെയ്യേണ്ട. അവർക്ക് നമ്മളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ പറ്റുമെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. കാരണം നമ്മളെ സഹായിച്ചവരോട് ഒരു താങ്ക്സ് പറയേണ്ട, അവർക്കൊരു സഹായവും ചെയ്തു കൊടുക്കേണ്ട, അവരെ പുകഴ്ത്തി പറയേണ്ട, ഒന്നും ചെയ്യേണ്ട. പക്ഷെ അവരെ ദ്രോഹിക്കാതിരിക്കാൻ നമ്മുടെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അല്ലെങ്കിൽ എന്തുമാട്ടെ അവരിനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചെയ്യുന്നൊരു കാര്യമുണ്ട്. കാരണം ഇതുപോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. രേണു വിചാരിച്ചിരുന്നെങ്കിൽ രേണുവിന് അങ്ങനെ ഒരു വീട് സ്വന്തമായിട്ട് വെക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അല്ലെങ്കിൽ രേണു വിചാരിച്ചിരുന്നെങ്കിൽ ഇതേപോലെ ഇപ്പോൾ ഗ്ലൂട്ടാത്തൈൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുമായിരുന്നു? ഒന്നും പറ്റില്ല. മുടി അത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഒന്നുമില്ല. പക്ഷേങ്കിലും ഇതിനൊക്കെ ഒരു കാരണം എന്താണ്? രേണുവിൻ്റെ അവസ്ഥ 4 പേരിലേക്ക് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ വന്ന് രേണുവിനെ ഈ ഒരു ഇതിലേക്ക് എത്തിച്ച പലരും ഉണ്ടാകും. അല്ലെങ്കിൽ രേണുവിൻ്റെ ഗതികേട് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ആദ്യം ആ ആൾ ഡയറക്ടർ ഒരു ചെറിയൊരു ഇത് ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ വിളിച്ചത്. ശരിയാണ്, അതിനെ അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റിയത് രേണുവിൻ്റെ കഴിവ് തന്നെയായിരിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവർ പരിഹരിച്ചപ്പോൾ അയ്യോ എല്ലാവരും എന്നെ കളയാക്കുന്നല്ലോ എന്ന് കരുതിയൊന്നും വീട്ടിൽ കയറിയിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാണ്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോയി. ഓക്കെ, അപ്പോൾ ഈ ഒന്നോർക്ക് ഇന്ന് കിട്ടുന്ന റീച്ച് എന്നും കിട്ടണമെന്നില്ല. പലരും ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് പൊങ്ങി വന്നിട്ട് പിന്നെ അവരെ കാണാതായ പല സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ഈ നെഗറ്റീവ് റീച്ച് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് രേണു പോയിരിക്കുന്നത്. എനിക്ക് പബ്ലിസിറ്റി വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഓരോ പ്രശ്നങ്ങൾ തൻ്റെ പേജിൽ. പക്ഷേ ഇതൊന്നും രേണു ഒന്നും കാണുന്നില്ലെന്നാണ് പറയണം. പക്ഷേ എല്ലാത്തിനും മറുപടിയുണ്ട്, എന്തുമായിക്കോട്ടെ. പക്ഷേ പറ്റുമെങ്കിൽ ഇനിയെങ്കിലും നമ്മളെ സഹായിച്ചവരെ മറക്കാതിരിക്കുക, അവരെക്കുറിച്ച് ആക്ഷേപം പറയാതിരിക്കുക, നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. കാരണം സപ്പോർട്ട് ചെയ്യുന്നിരിക്കുന്നവരും കൂടി ഇപ്പോൾ പോകുന്ന പോലെ